ഡിസംബറിന്റെ തണുപ്പും മനോഹര കാഴ്ചകളും ആസ്വദിക്കാൻ ഇടുക്കിയിലേക്ക് ഒഴുകിയത് 4 ലക്ഷം സഞ്ചാരികൾ. ജില്ലയിൽ DTPCയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം 4,5333 സഞ്ചാരികൾ സന്ദർശനം നടത്തിയതായാണ് കണക്കുകൾ. 540 വിദേശ ടൂറിസ്റ്റുകളും ഡിസംബറിൽ ഇടുക്കി സന്ദർശിച്ച് മടങ്ങി. ജില്ലയിൽ വനംവകുപ്പിന് കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് സഞ്ചാരികൾ സന്ദർശനം നടത്തി. മുൻവർഷത്തേതുപോലെ ഇത്തവണയും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് വാഗമൺ മൊട്ടക്കുന്നിലാണ്. 1,22,430 പേരാണ് ഇവിടെ എത്തിയത്. ഇടുക്കി ഹിൽവ്യൂ പാർക്കിലും ഒട്ടേറെ സന്ദർശകരെത്തി. മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും വിദേശികൾ അടക്കമുള്ള സഞ്ചാരികൾ എത്തി. 540 വിദേശ ടൂറിസ്റ്റുകളാണ് ഡിസംബറിൽ ഇടുക്കിയിലെത്തിയത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്കേറിയതോടെ ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ, ഹോട്ടൽ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കും ക്രിസ്തുമസ് ആശ്വാസകാലമായി. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മൂന്നാർ, വാഗമൺ, രാമക്കൽമേട് ഉൾപ്പെടെയുള്ള സഞ്ചാര കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളുടെ ക്രമാതീതമായ വർധനമുണ്ട്. 2025 കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് വിനോദസഞ്ചാര മേഖല പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രതീക്ഷ. 2025 ഇടുക്കിക്ക് ഒരു ശുഭ സൂചകമാണ് ഞങ്ങൾ കരുതുന്നത്. ഡിസംബർ 23 മുതൽ 31 വരെ മാത്രം 2,14,617 പേർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം 2,03,430 പേരായിരുന്നു ഇക്കാലയളവിൽ എത്തിയത്. DTPCയുടെ കീഴിലുള്ള കേന്ദ്രങ്ങൾക്ക് പുറമെ ജില്ലയിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.